ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നിതാ അമ്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ സാധനം നമ്മൾ അതിൻ്റെ സീസൺ ആയിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ അമ്മ, അത് ഇട്ടോളൂ, പ്ലേറ്റിലേക്ക് ഇട്ടോളൂ. എന്താണ് ഗായ്സ് ഇത്? ഞാവൽപ്പഴം, മുന്തിരിയല്ല, ഞാവൽപ്പഴമാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവൊക്കെ നീല നിറാവും. ഓക്കെ, ഞാവൽപ്പഴം വെച്ചിട്ട് അമ്മ ഒരു സാധനം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ള സീക്രട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വട്ടം. അന്ന് യൂട്യൂബൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം അതെന്താണെന്ന് കാണിച്ചു തരാം. ഡെസേർട്ടാണ്, നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു 3-4 ഡേയ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അധികം പറയുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ മാമി, നമ്മൾ ഞാവൽപ്പഴം കഴുകിയെടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയില്ലേ? ചെറുതായിട്ട്. ഇപ്പം നാട്ടിലൊക്കെ കിട്ടാനുണ്ട് അല്ലേ? ഇപ്പോൾ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പറ്റിയ എല്ലാവരും വാങ്ങുക. നാട്ടിലൊക്കെ ഉണ്ട്. കിലോയ്ക്ക് എത്ര രൂപ? 200 ആയിരുന്നു. വെള്ളം തിളപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഇത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ ബോയിൽ ചെയ്യുന്നതാണ് പറഞ്ഞത്. അതിന് ശേഷം ബാക്കി പരിപാടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വെള്ളം നിറയ്ക്കുന്നുണ്ട്. എനിക്ക് വെള്ളം തിളപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പം വെള്ളം തിളയ്ക്കാൻ കാത്തിരിക്കുന്ന സമയമാണ് അപ്പം വെള്ളം തിളക്കട്ടെ. നമ്മുടെ ഞാവൽപ്പഴം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേവിക്കാൻ പോവാ അല്ലേ? ഞാവൽപ്പഴത്തിനെ വേവിക്കും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം. നേരത്തെ ചെറുതായിട്ട് എനിക്കൊരു ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വട്ടം ഇതുണ്ടാക്കുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയാണ്. ഓക്കെ, അപ്പം അമ്മ ഒരു ചെറുനാരങ്ങ മുറിക്കുന്നുണ്ട്. ഓക്കെ, ചെറുനാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് തിളയ്ക്കും എന്നാണ് പറഞ്ഞത്. തിളച്ചോ? ഓക്കെ, കുറച്ചും കൂടി തിളയ്ക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. ആയോ? ചെറുതായിട്ട് തിളച്ചു അല്ലേ? ഓക്കെ, ഞാൻ അടുത്തേക്ക് വരാം. ഓക്കെ, തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇട്ട് തുടങ്ങാം അല്ലേ? നല്ല ദിവസം ഉണ്ടായിക്കണേ. വേവുന്നുണ്ട് അല്ലേ? അത് വേവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ കിട്ടും. അപ്പോൾ കുരുവൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പം ഇത് തിളക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ ബാക്കി കാണിച്ചു തരാം. കണ്ടോ, ആവിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അമ്മ ചെറുതായിട്ട് ശർക്കരേനെ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ശർക്കര കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തിളയ്ക്കുന്ന സമയമ്പോഴേക്ക് അമ്മ ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ചെറുതായിട്ട് ഇനിയിപ്പോൾ വേണ്ടവർക്ക് ഇത് പാവാക്കാനും പറഞ്ഞു. ചെറുതായിട്ട് ലിക്വിഡ്ഫൈ ചെയ്തിട്ട് വെക്കാം. അപ്പം ഇത് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവനോട് തിളയ്ക്കുന്നുണ്ട്. ബാക്കി പരിപാടി കാണിച്ചു തരാം. ഓക്കെ, ഇതാ നമ്മുടെ ഞാവൽപ്പഴം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുരുവൊക്കെ സെപ്പറേറ്റ് ആയി, സ്കിന്ന് വേറെയായി, കുരുവൊക്കെ താഴത്തുണ്ട്. അപ്പം അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി നമ്മളൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം അരയ്ക്കാനുണ്ട് അല്ലേ? ഓക്കെ, അപ്പം തണുത്തിട്ട് അരയ്ക്കുന്നത് കാണിച്ചു തരാം. ഈ നമ്മുടെ പൾപ്പ് ഏറെക്കുറെ ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അരിക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഈ കുരു മാത്രം കളയും അല്ലേ? എന്നിട്ട് നമ്മൾ ഈ പൾപ്പ് ഇതൊക്കെ യൂസ് ചെയ്യില്ലേ? ഓക്കെ, നമ്മൾ ഇതിൻ്റെ പൾപ്പ് ഏറെക്കുറെ എടുത്തിട്ടുണ്ട്. ഇതാ കുരു കണ്ട ഒരു പ്രത്യേക കളറല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൾപ്പാണ്. നമ്മളത് കളയൊന്നുമില്ല കേട്ടോ. അത് ഇതിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്.
മിക്സിയിലേക്ക് അടിക്കാൻ പോകാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മളിത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇത് മിക്സിയിൽ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറുതായിട്ടൊരു നാരങ്ങ പിഴിയുന്നുണ്ട്. പോട്ടെ, അരമുറി മതിയോ? അരക്കഷ്ണം മതിയോ? ഒരു ഫുൾ നാരങ്ങ ഉണ്ട്. ഓക്കെ, ഇനി നമ്മളിത് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, നമ്മളിത് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. മൊത്തം പോവും, നോ പ്രോബ്ലം. ഓക്കെ, നമ്മുടെ സാധനം നല്ല കളർ. ഓക്കെ, ഇനി നമ്മളിത് അരിക്കുമോ? വേവിക്കാൻ പോവാം അല്ലേ? ഓക്കെ, തിളപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ട്രെയിൻ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനത്തെ ഒരു നമ്മുടെ അതിൻ്റെ തോലൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കളയാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മൾ ഇനി നമ്മുടെ ഇത് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പോരട്ടെ. ശർക്കര ഇപ്പം ആഡ് ചെയ്യോ? ഒന്നും കൂടി തിളയ്ക്കാനുണ്ടല്ലേ? ഓക്കെ ഓക്കെ, അമ്മ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് തിളച്ചു എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ സാധനം ചെറുതായിട്ട് കളറ് മാറിയിട്ടുണ്ട്, എന്നാലും ആ ഒരു ഭംഗിയുണ്ട് അല്ലേ? ഓക്കെ, തിളക്കട്ടെ. കുറേ ആയിട്ടുണ്ടെന്നാണ് അമ്മ പറയുന്നത്. ഇതാണ് അതിൻ്റെ പരുവം. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റവ് ഓഫ്. ഓക്കെ, കണ്ടോ? ഓക്കെ, നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതാ ബട്ടർ തേക്കുന്നുണ്ട്. ഞാനിത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ആയില്ലേ? ഇനി നമ്മളിത് എന്ത് ചെയ്യും? നമ്മളിത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ ഇന്ന് ഫ്രിഡ്ജിൽ വയ്ക്കും അല്ലേ? ഓക്കെ, നമ്മൾ വൈകുന്നേരമായി. ഓക്കെ, ഇന്നത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ നാളെ ഇത് വെയിലത്ത് വയ്ക്കും അല്ലേ? വെയിലത്ത് വെച്ച് ഉണക്കും. ഓക്കെ, ഇത് ഉണക്കാൻ വയ്ക്കും. പക്ഷേ അത് നമുക്ക് ഇന്ന് കാണിക്കാൻ പറ്റില്ല. നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്കത് വേറൊരു ദിവസം കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഞാവൽത്തര. നമ്മൾ മാങ്ങാത്തര പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാവൽത്തര നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ വർഷം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ബൈ പറഞ്ഞോളൂ അമ്മ. അയ്യോ, ഷെയറൊക്കെ പോയി തളർന്നു തോന്നുന്നു. ഓക്കെ ഗൈസ്.